ഹായ് ഹലോ എവരി വൺ, ഐ ആം റുക്സാന അജ്മൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു അറബിക് റൈസാണ്, അതായത് ചിക്കൻ മജ്ബൂസ്. ശരിക്കും ഈ മജ്ബൂസ് ഉണ്ടാക്കൽ വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ മജ്ബൂസ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് എസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ കൈമ റൈസ് വെച്ചിട്ടാണ് ഈ ഒരു മജ്ബൂസ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 5 നാഴി മജ്ബൂസ് റൈസ് ഈ ഒരു കപ്പിൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അരമണിക്കൂർ. ഈ സമയത്ത് നമുക്ക് മജ്ബൂസ് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 6 ഏലക്ക, 2 പട്ട, 10 ഗ്രാമ്പു. ഇതെല്ലാം ഒരു പാത്രത്തിലാക്കി മാറ്റി വെക്കുക. പിന്നെ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ബാക്കിയുള്ള മസാലക്കൂട്ടും കൂടെ കാണിച്ചു തരാം. 2 ബേ ലീഫ്, 2 ഉണക്കമുളക്, പിന്നെ 3/4 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി. ഇത്രയുമാണ്. നമ്മളിതിനെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ആദ്യത്തെ മസാലക്കൂട്ടെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഉണക്കമുളക് മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലക്കൂട്ടെല്ലാം കൂടെ നമുക്ക് ഒന്ന് മൂക്കെ വറുത്തെടുക്കേണ്ടതുണ്ട്. ഉണക്കമുളക് ഒരു പകുതി മൂപ്പൊക്കെ ആകുമ്പോഴത്തേക്കിന് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആദ്യം തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല മൂപ്പ് മണമൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഉണക്കമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. ആ സമയത്ത് നമ്മുടെ ചിക്കനെ എല്ലാം ഒന്ന് എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ മിച്ചം വരുന്ന ചിക്കനാണ്. അതിനെ നന്നായിട്ട് ആഴത്തിലൊന്ന് വരഞ്ഞെടുക്കുക, മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബിരിയാണി പോട്ട് എടുക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ 10 ഗ്രാമ്പു, 2 ബേ ലീഫ്, 3 പട്ട, 6 ഏലക്ക ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഗ്രാമ്പും ഏലക്കയൊക്കെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോഴേക്കും നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് വഴറ്റി കളർ മാറുമൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടോട്ടൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സാക്കി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. അതിനെയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് തക്കാളി പേസ്റ്റാണ്. 2 തക്കാളി നമ്മൾ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇതിൻ്റെ അരിയൊന്നും നമ്മൾ നീക്കം ചെയ്തിട്ടില്ല. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മളിവിടെ 3/4 കപ്പ് ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് സോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച മജ്ബൂസ് മസാലയിൽ ആദ്യം നമ്മൾ പൊടിച്ചു വെച്ച ആ മസാലപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലക്കൂട്ട് നമ്മുടെ ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ മജ്ബൂസ് മസാലയാണ് ഈ ഒരു റൈസിന് ഈ ഒരു ടേസ്റ്റ് തരുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഈ ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ചിക്കൻ ഓരോന്നും അതിലേക്ക് വെച്ചു കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് നിരക്കെ വേണം വെച്ചു കൊടുക്കാനായിട്ട്, മുകളിലായിട്ട് വെച്ചു കൊടുക്കരുത്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അതിലേക്കൊക്കെ മസാല ചേരും വിധം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നമ്മൾ കീറിയല്ല ചേർത്ത് കൊടുക്കുന്നത്, അത് മുഴുവത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. 15 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിതിനെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു തിളയൊക്കെ വന്നതിന് ശേഷം 15 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനെ ഓരോന്നിനെയും ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റുക. ചിക്കന് മാത്രമാണ് നമ്മളിതിലേക്ക് എടുത്തു മാറ്റുന്നത്. ആ ഗ്രേവിയെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക്
മാറ്റിയതിന് ശേഷം അതിനെ ഒന്ന് അളന്നെടുക്കുക. നമുക്കിനി റൈസ് ആ ഒരു ഗ്രേവി കിടന്നാണ് വേകേണ്ടത്. അപ്പോൾ അതൊന്ന് അളന്നെടുക്കുക. എത്ര അളവുണ്ടെന്ന് ആദ്യം ഒന്ന് അളന്നെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ഒരു ഇരട്ടി, അതായത് ഞാൻ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 11 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രേവി എത്രയുണ്ടെന്ന് ആദ്യം അളന്നെടുക്കണം. അതിൻ്റെ ബാക്കി നമ്മൾ വെള്ളമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആ റൈസ് കുതിർത്ത് വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു അരിപ്പ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കറക്റ്റ് പാകമായോ എന്നറിയാനായിട്ട്. ഇനി നമ്മൾ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ച ചിക്കനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചു മറിച്ചു വിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച മജ്ബൂസ് മസാല ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ആ ചിക്കനിലേക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. കുറച്ചും കൂടി ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുക അതിലേക്ക് ചേർത്ത് കൊടുത്താൽ. ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ചിക്കനെയും ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ആ റൈസ് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ടൊന്ന് ഇളക്കി നോക്കുക. വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനെ ഓരോന്നിനെയും നമുക്ക് മുകളിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോന്നും നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കാതെ നന്നായിട്ട് നിരത്തി തന്നെ വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഒന്ന് വേണമെങ്കിൽ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മജ്ബൂസ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അറബിക് റൈസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് വീണ്ടും ഞാൻ പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണും വരേക്ക് ഗുഡ് ബൈ.